1980കളുടെ അവസാനം കൊച്ചിയിൽ ഗുണ്ടാ പ്രവർത്തനങ്ങൾ തഴച്ചു വളരുന്ന കാലം. ഓരോ പ്രദേശത്തെയും നിയന്ത്രിച്ചിരുന്നത് വിവിധ ഗുണ്ടാ തലവന്മാരായിരുന്നു. ചമ്പക്കരയിലെ 18 കമ്പനി, കുണ്ടന്നൂരിൽ തമ്പി, വൈറ്റിലിയിൽ വെട്ടിൽ സുരേഷ്, തമ്മനത്ത് ഷാജി. ഇവരിൽ മുംബൈയിലെ അധോലോകം പോലെ ഡോണായി വളർന്നത് തമ്മനം ഷാജിയായിരുന്നു. 1.5 പതിറ്റാണ്ടോളം കൊച്ചിയെ നിയന്ത്രിച്ചിരുന്ന ഷാജിയെക്കുറിച്ച് കഴിഞ്ഞ 10-15 കൊല്ലമായി ആർക്കുമത്ര അറിവുണ്ടായിരുന്നില്ല. 2 ദിവസം മുൻപ് തമ്മനം ഷാജി പാട്ടും നൃത്തവും ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഞങ്ങൾ ഷാജിയെ തേടിപ്പോയത്. എന്താണ് തമ്മനം ഷാജിക്ക് പറയാനുള്ളത്? ഇതോടൊപ്പം മലപ്പുറം പൊന്നാനിയിൽ 300 പവൻ സ്വർണം മോഷ്ടിച്ച പ്രതികൾ പിടിയിലായ സംഭവവും, കാസർകോട്ടെ പ്രവാസി വ്യവസായിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ ഉന്നത ബന്ധവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 300 പവൻ സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ 8 മാസമായി പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. മോഷ്ട സംഘത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പോലീസ് മാസങ്ങളോളം പലരെയും നിരീക്ഷിച്ചു. അതിനിടെയാണ് നിരവധി കേസുകളിൽ പ്രതിയായ സുഹൈലിൻ്റെ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഓരോ കേസുകളിൽ പിടിയിലാകുമ്പോഴും സുഹൈലിനെ ജാമ്യത്തിലിറക്കാൻ എത്തിയിരുന്ന മനോജിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പൊന്നാനി കവർച്ചാ കേസിൽ വഴിത്തിരിവായത്. സുഹൈലും മനോജും നാസറും ഉൾപ്പെടുന്ന സംഘമാണ് വൻ കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായി. 3 പേരും അറസ്റ്റിലായെങ്കിലും മറ്റു പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് പൊന്നാനി സ്വദേശി രാജീവിന്റെ വീട്ടിൽ മോഷണം നടന്നത്. മാസങ്ങളോളം പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് കേസിലെ മുഖ്യപ്രതിയടക്കം 3 പേരെ പിടികൂടാൻ കഴിഞ്ഞത്. മുഖ്യപ്രതി സുഹൈലിനെ നേരത്തെ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പാലക്കാടും തൃശൂരും നിരവധി കേസുകളിൽ പ്രതിയായ സുഹൈലിനെ മനോജ് ജാമ്യത്തിലെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് കേസിൽ നിർണായകമായത്. മനോജിനെ ചോദ്യം ചെയ്തതോടെയാണ് സുഹൈലും നാസറും കേസിൽ ഉൾപ്പെട്ടത് തിരിച്ചറിയുന്നതും തുടർന്ന് ഇവരെ പിടികൂടുന്നതും. സുഹൈല് 50-ലധികം മോഷണ കേസിലെ പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. അയാളുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. 1100 ഗ്രാമോളമുള്ള സ്വർണവും 7.5 lakhs റുപ്പീസ് എമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. $1,100 ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. 300 പവനിലധികം സ്വർണമാണ് മോഷണം പോയിട്ടുള്ളത്. സ്വർണം കവർച്ച നടത്തിയവർ വീതിച്ചതായും അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടതായും പോലീസ് കരുതുന്നുണ്ട്. പ്രവാസിയായ പൊന്നാനി സ്വദേശി രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമായിരുന്നു പ്രതികൾ മോഷ്ടിച്ചത്. വീട്ടിലെ CCTVയുടെ DVR ആദ്യം തന്നെ പ്രതികൾ നശിപ്പിച്ചിരുന്നു. ന്യൂസ് 18 മലപ്പുറം. കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഖാജിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും നീക്കം നടത്തിയിരുന്നു? തുടക്കം മുതൽ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതികൾക്ക് പല ഉന്നതരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതികളുടെ ആഡംബര വസതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ
സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ആക്ഷൻ കൗൺസിലാണ്. അറസ്റ്റ് അടക്കം വൈകിപ്പിച്ചതിൽ ഇവരൊക്കെ ഇടപെടൽ നടത്തിയെന്ന് ആരോപണം ഉയർന്നെങ്കിലും AP വിഭാഗം ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇതാണ് ആക്ഷൻ കൗൺസിൽ ആയുധമാക്കുന്ന ദൃശ്യം. അബ്ദുൽ ഹാജി കൊലക്കേസിലെ പ്രതികളായ മന്ത്രവാദിനി ജിന്നുമ്മയുടെയും ഭർത്താവ് ഉബൈസിന്റെയും ആഡംബര വസതിയിൽ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ എത്തുന്നതാണ് ദൃശ്യം. പ്രതികൾക്ക് ഉന്നതരമായ ബന്ധമുണ്ടെന്നും ഇതാണ് കേസിൽ അറസ്റ്റ് അടക്കമുള്ളവ വൈകാൻ കാരണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നത്. എന്നാൽ കളനാട് പള്ളി ഉദ്ഘാടനത്തിനെത്തി മടങ്ങവേ ഹ്രസ്വ സന്ദർശനം നടത്തിയെന്നാണ് വിശദീകരണം. പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സന്ദർശനമെന്നും പറയുന്നു. എന്നാൽ മുഖ്യപ്രതി ജിന്നുമ്മയ്ക്ക് രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. കൂളിക്കുന്നിലാണ് പ്രതികളുടെ ആഡംബര വീട്. പ്രദേശവാസിയിൽ നിന്ന് വാങ്ങി ലക്ഷങ്ങൾ മുടക്കി മോടികൂട്ടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതികളുടെ കസ്റ്റഡി ഇന്നലെ അവസാനിച്ചു. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. അതേസമയം അബ്ദുൽ ഹാജിയിൽ നിന്ന് കവർന്ന 596 പവനിൽ 92 പവൻ സ്വർണം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടഞ്ചാലിൽ സംഘം പണയപ്പെടുത്തിയ 11 പവൻ സ്വർണം തിരികെ കിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കേരളം, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വധശ്രമം, കവർച്ച, കഞ്ചാവ് കച്ചവടം ഉൾപ്പെടെ നടത്തിയിരുന്ന കൊടും കുറ്റവാളിയാണ് മലപ്പുറം സ്വദേശി ആദം ഖാൻ. നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പോലീസിനങ്ങനെ പിടികൊടുക്കാറില്ല. 4 വർഷം മുൻപ് കാസർഗോട്ടെ ഒരു വധശ്രമ കേസിൽ അറസ്റ്റിലായെങ്കിലും കോവിഡ് കെയർ സെന്ററിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടിരുന്നു. പോലീസിന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തിനൊടുവിൽ ആദം ഖാൻ വീണ്ടും അറസ്റ്റിലായി. കൈക്കമ്പയിലെ വീട് വളഞ്ഞ് സാഹസികമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കോവിഡ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ച ആദം ഖാൻ 2020 സെപ്റ്റംബർ 29 രാത്രിയിലാണ് ഇവിടെ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ 2019 ഡിസംബർ 26 വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ട ആളായിരുന്നു ആദം ഖാൻ. കൊലപാതക ശ്രമത്തിന് ശേഷം ആദം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു. കാസർഗോഡ് ഡിവൈഎസ്പി ആയിരുന്ന P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആദം ഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു. കോവിഡ് കെയർ സെന്ററിന്റെ 2ാം നിലയിലെ ജനൽ വഴി താഴെ ഇറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ഇയാളെ കണ്ടെത്താനും പിടികൂടാനുമായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല. കോവിഡ് കെയർ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലായി വധശ്രമം, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങി നിരവധി കേസുകൾ ആദം ഖാന്റെ പേരിലുണ്ട്. പല കേസുകളിലും ഇയാൾക്ക് വാറണ്ടുമുണ്ടായിരുന്നു. വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതിയെ കൈക്കമ്പയിലെ വീട്ടിൽ നിന്നും സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. 1990കളിൽ 37ഓളം ഗുണ്ടാ സംഘങ്ങളെ വെല്ലുവിളിച്ച് കൊച്ചിയിലെ ഡോണായി വളർന്നതാണ് തമ്മനം ഷാജി. ഈ ഗുണ്ടാത്തലവന്റെ പേര് കേട്ടാൽ ഭയക്കുന്നവരും
ആരാധനയോടെ നോക്കിയിരുന്നവരും അക്കാലത്തുണ്ടായിരുന്നു. ഷാജിയെ കണ്ട് ആയുധം കയ്യിലെടുത്തവരുമുണ്ട്. എന്നാൽ ഗുണ്ടാ നേതാവിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക് വഴിമാറിയ തമ്മനം ഷാജിയെയാണ് ഞങ്ങൾ കണ്ടത്. ഈ മാറ്റത്തെക്കുറിച്ചും പഴയകാല ഓർമ്മകളും ന്യൂസ് 18നോട് അദ്ദേഹം പങ്കുവച്ചു. പ്രതിരോധത്തിന് വേണ്ടി ഗുണ്ടയായതാണ്. ജീവിതത്തിൽ ഒരാളെയും കൊന്നിട്ടില്ല. ആരോടും പകയോ വിദ്വേഷവുമോ ഇല്ല. ജോർജ് ഈഡൻ രാഷ്ട്രീയ അഭയം നൽകിയതും CPMനെ വെല്ലുവിളിച്ചതുമൊക്കെ ഓർത്തെടുക്കുകയാണ് തമ്മനം ഷാജി. ഒരു കാലത്ത് കൊച്ചിയെ വിറപ്പിച്ച ഗുണ്ടാ തലവൻ തമ്മനം ഷാജി എന്ന പേര് കേട്ടാൽ തന്നെ ഈ നാട് നടുങ്ങിയിരുന്നൊരു കാലമുണ്ട്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി തമ്മനം ഷാജിയെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാണ് തമ്മനം ഷാജിയുടെ പാട്ടും ഡാൻസും. ഇതോടെയാണ് തമ്മനം ഷാജി വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. തമ്മനം ഷാജി തന്നെ ഇപ്പോൾ ന്യൂസ് 18നൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. താങ്കളുടെ പാട്ടും ഡാൻസും വല്ലാണ്ടങ്ങ് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഏത് സാഹചര്യത്തിൽ അങ്ങനെ ഡാൻസും പാട്ടും കളിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? മകളുടെ കല്യാണത്തിൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ചൊരു സൂഫി കവാലി. അപ്പോൾ കവാലിയിൽ സൂഫി ഡാൻസും ഉണ്ട്. അതിൻ്റെ പരിമിതപരമായ ഡാൻസ്, അല്ലാതെ ഓവറായിട്ട് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം. പിന്നെ മകളുടെ കല്യാണം ഏതൊരാൾക്കും സ്വന്തം മകളുടെ എനിക്കൊരു മകളേ ഉള്ളു. വിവാഹം എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായ പശ്ചാത്തലമാണത്. ഇപ്പോൾ ജീവിതം എങ്ങനെയാ? ജീവിതം ഇപ്പം നല്ല ഇതുപോലെ ആഘോഷമാണോ? ഈ പാട്ടും ഡാൻസൊക്കെ പോലെ? അല്ല, അങ്ങനെയല്ല. പാട്ടൊക്കെ ഉണ്ട്, ഡാൻസ് ഒന്നുമില്ല. പാട്ടൊക്കെ പാടാറുണ്ട്. അയാൾ സൂഫിസത്തിൽ ഇതൊക്കെ ഉണ്ട്. ഞാനൊരു ഗുരുവിനായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്ന ആളാണ്, ആത്മീയ ഗുരുവായിട്ട്. അത് 27 കൊല്ലമായിട്ട് കോഴിക്കോടുള്ള ഒരു ആത്മീയ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ആ ഗുരുവിന്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്ന ആളാണ്. അതായത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് ഒരു ക്രിമിനൽ പ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും പറ്റിയില്ല. ഒരുപാട് കേസുകൾ. പിന്നെ എപ്പോഴും ഈ പോലീസ് ഇങ്ങനെ പോയി നിരന്തരം മറ്റുള്ളവരുടെ വിഷയങ്ങളും നമ്മുടെ കൂടെ നടക്കുന്നവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് വരും. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ തമ്മനം ഷാജിയുടെ പേര് പറയും. അതിനൊരു ഉദാഹരണമാണ് ഉണ്ണിത്താനും ശരത്ചന്ദ്രപ്രസാദിൻ്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും മുണ്ടുരിഞ്ഞ ഒരു വിഷയം ഉണ്ടായി സെക്രട്ടേറിയറ്റിൽ, അവിടെ തിരുവനന്തപുരത്ത്. അത് കൊച്ചിയിലുള്ള ആളുകളാണ് പോയത്. കൊച്ചി ഇവിടെ എറണാകുളം ആൾക്കാർ തന്നെ പറഞ്ഞത് തമ്മനം ഷാജിയുടെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. സാധാരണക്കാരല്ലേ, നമ്മളെപ്പോലെ എല്ലാവരും ഒരു നാട്ടിൽ ഇപ്പോൾ ഒരു ഷാജി ഉണ്ടെങ്കിൽ എല്ലാവരും തല്ലുകൊടുത്തക്കാരോ. മേഖലയായി. പിന്നെ എപ്പോഴും പോലീസ് സ്ട്രെങ്ത് ആയിരുന്നു. വലിയ വണ്ടിക്ക് എന്തെന്നാ പറയുന്നത്, പോലീസ് വണ്ടിക്ക് ലാത്തി ചാർജിന്. ആ വണ്ടി എപ്പോഴും അന്ന് ബെസ്റ്റ് ബേക്കറി ഇരിക്കുന്ന സ്ഥലം അന്ന് കാലിയ, അവിടെ വണ്ടി കൊണ്ടുവന്നിരുന്നു. ആ വണ്ടിയിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബസ് സ്റ്റോപ്പിൽ പെണ്ണുങ്ങൾ ബസ് കയറാൻ വന്ന് സ്നേഹിച്ച് കല്യാണം വരെയും കഴിച്ചു. അപ്പോൾ എത്ര നാളവിടെ പോലീസുകാരുണ്ടായി. തമ്മനത്തേക്ക് ഒരാളും വരില്ല. ഒരു വീടോ എന്തെങ്കിലും ഒരു കാര്യത്തിനും തമ്മനത്തേക്ക് അത്ര പേടിയായിരുന്നു ആ സമയത്ത്. എന്താന്ന് പറയുക, അതല്ല തമ്മന ഷാജി ഉണ്ടല്ലോ, ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തിയതാണ്. ആ സമയത്ത് ശരിക്കും എത്തുന്നത് അന്ന് PJ മാനുവലാണ്. ഈ ആദ്യം എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായി, കോൺഗ്രസ്, BJP, മറ്റേ നമ്മുടെ CPMൻ്റെ ആളുകൾ എല്ലാവരും ഉണ്ടായി. പിന്നീട് ഇത് ഫോളോ ചെയ്ത് പോകാൻ ഈ PJ മാനുവൽ അഡ്വക്കേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, പോരാട്ടത്തിൻ്റെ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ഇവർ പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞ് പുന്നുരുതിയിൽ വിളിച്ചു വരുത്തി ഫൈസലടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ 2 കാലും വെട്ടി, കുതികാലൊക്കെ വെട്ടിക്കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാൾ പോയ ആൾ കൂടി രക്ഷപ്പെട്ടു. പ്രശ്നം തീർക്കാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചെയ്താൽ. താങ്കൾ എങ്ങനെ ഇതിലോട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വന്നെങ്ങനെയാണ്? ക്രിമിനൽ ആക്ടിവിറ്റിയിലൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടായതൊന്നുമല്ല. നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിലൂടെ വന്നതാണ്. ഏത് കാലഘട്ടത്തിൽ? അതൊരു 80, 89, 90, 91, 92 അങ്ങനെ. അതെങ്ങനെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണോ? രാഷ്ട്രീയ സംഘർഷമൊന്നുമില്ല. ഒരു കൂട്ടം ആളുകളുടെ ഇപ്പം എന്ത് ചെയ്താലും ഞാനിപ്പോൾ ഒരു CPMലോ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ BJPയിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ത് തോന്നിയാസം എനിക്ക് കാണിക്കാം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ആക്രമണം തമ്മനത്ത് എനിക്കെതിരെ പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്.
സി പി എമ്മാരെന്ന് CPM-ലുള്ളവരുണ്ട്, അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. താങ്കൾ വളർത്തിയത് ഒരു UDF-ന്റെ സംവിധാനങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. UDF-ന്റെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് കോൺഗ്രസ്സുകാരായിട്ട് ചെറുപ്പം മുതലേ എൻ്റെ കൂട്ടുകാരൊക്കെ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവരുണ്ടായി. ഇപ്പോൾ കല്യാണത്തിന് എൻ്റെ എത്രയോ കൊല്ലം മുമ്പുള്ളവരാ PD മാർട്ടിൻ DC സെക്രട്ടറിയാണ്, ജോസഫ് ആൻ്റണി DCC സെക്രട്ടറിമാരിൽ ഒരാളാണ്. അങ്ങനെ എത്രയോ പേര് വന്ന് അന്നത്തെ ബന്ധമാണ്. 20 കൊല്ലമായിട്ട് ഞാൻ കാണാൻ ഒരു വർഗീസ് ഉണ്ട് കോലഞ്ചേരി, കോൺഗ്രസ്സിന് എപ്പോഴും DCC-ലുണ്ടാവും. അവൻ വരെ കല്യാണത്തിന് വന്നു. ഞങ്ങളൊക്കെ തമ്മിൽ സ്നേഹബന്ധം വരുന്നു. പിന്നെ ഈ അന്ന് CPM-മാരായിട്ട് പല വിഷയങ്ങൾ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു മർഡർ കേസും ഇല്ല, ഒന്നുമില്ല. ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏതൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ്? ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ഈ കണ്ണൂരും അവിടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ കണക്കണ പോലെ കൈവെട്ടി കാലുവെട്ടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. സംഘർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും പ്രതിരോധിക്കുമായിരുന്നു. ഭീകരത എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ആരെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്നതോ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെട്ട് നമ്മളൊരു പ്രതിരോധം ഉണ്ടാവും. വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഗ്യാങ് ഉണ്ടാക്കിയത് അതിപ്പോ അന്നൊക്കെ എന്ന് പറഞ്ഞു ഗ്യാങ് എല്ലാ ജംഗ്ഷനിലും ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ADGP വിജയൻ സാർ എന്ന് ഇവിടെ CP ആയിട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ 37 ഗ്യാങ് നിനക്കെതിരാണ്. അത് ഈ വിഷയത്തിലാണ്, തമ്മലത്തെ ജനജാഗ്രതയുടെ വിഷയത്തിൽ. ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. താങ്കൾ ഇതിലോട്ട് വരുന്ന സമയത്ത് ഈ ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനത്തിൽ വരുന്ന സമയത്ത് ഞാൻ കാശൊന്നും മേടിച്ച് ആരും ഉപദ്രവിച്ചു. കൊട്ടേഷൻ തന്നെ അങ്ങനെയാണ്, നമ്മൾ പൈസ മേടിച്ചിട്ട് ഉപദ്രവിക്കുക. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന അതിലും നല്ലത് കൂട്ടിക്കൊടുക്കണല്ലേ, അതിലും നല്ല പണിയാത്. നമ്മളൊക്കെ നിങ്ങള് അന്നത്തെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ചോദിച്ചറിയാം. നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞ വല്ല ചീട്ടുകളിയാ, നല്ല ചീട്ടുകളി നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നമ്മൾ നേടും. ഞങ്ങൾ പറയും ഇന്ന് ഞങ്ങൾ നേടിയെന്ന് പറയും. ഇപ്പൊ താങ്കൾ ഇതിൽ തിരിച്ചു വന്ന പോലെ ഏതെങ്കിലും ചെറുപ്പക്കാരെയൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ബന്ധമുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്. കുറെ പേരൊക്കെ തെറിച്ച് ഇതിൽ കുറെ സഹനമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. നേരം വിളിക്കുമ്പോ അതൊക്കെ മാറും. ഇതിൽ വലിയൊരു ആരാധകരുണ്ടാവും അല്ലെ? ആരാധകർ അപ്പൊ അതിലങ്ങനെ പോകും. ഇപ്പോഴും ഉണ്ട്, തമ്മന ഷാജിക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ മൈക്ക് കെട്ടിയ ആള് കൂടുമല്ലോ, മൈക്ക് സാങ്ഷൻ എടുത്ത് പറഞ്ഞ ആള് കൂടുമല്ലോ, കൂടും. ഇപ്പോഴും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 2000 RJD ഉണ്ടാക്കിയ സമയത്ത് ഞാനിവിടെ എവിടെയൊക്കെ പ്രസംഗിച്ചു. ഞാൻ പറയാം, തമ്മനം ജംഗ്ഷൻ, അലരുട്ടം, പള്ളുരുത്തി വേളി, വൈപ്പിൻ, പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ച 2000 സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ ആ സമയത്ത് ഈ ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ മോഹത്തിന് കാരണം എന്താ? രാഷ്ട്രീയ മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് വേണം. നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങണേ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ അവനവന്റെ താല്പര്യത്തിന് വേണ്ടി നടക്കണേന്, അവന് കാശുണ്ടാക്കാനേ. എനിക്ക് കാശുണ്ടാക്കാൻ ഇവർ അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. 3 സെന്റ് സ്ഥലം പോലും എനിക്കില്ല. എനിക്കുണ്ടാക്കണേ 2000-ന് മുമ്പ് ആവും. ഞാനിവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗുണ്ടകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഗുണ്ടകളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഇപ്പൊ മൊത്തത്തിൽ മോശമാണല്ലോ, ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. താങ്കൾ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരു 37 സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര സംഘം കാണുമായിരിക്കും കൊച്ചിയിലെ? അങ്ങനെ അധികമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ കണക്ട് ചെയ്ത് എല്ലാവരും കണക്ട് ചെയ്യും. പണ്ടത്തെ പോലെ നിലപാടിലൊന്നും ഉറച്ചു വെക്കൂല ആളുകൾ. ഡ്രഗ് ആയിരിക്കും കൂടുതലും. ഡ്രഗാണ് വിഷയം. ഡ്രഗാകുമ്പോ പിന്നെ വീട്ടിൽ ഇപ്പൊ എത്രയോ മാതാപിതാക്കളെ മരിച്ച് അച്ഛനെ കൊന്നവരുണ്ട്, അമ്മേനെ കൊന്നവരുണ്ട്, സഹോദരന്മാരെ കൊന്നവരുണ്ട്. എനിക്കൊരുപാട് അനുഭവമുണ്ട്. ജോർജിയുടനാണോ താങ്കൾക്കൊരു രാഷ്ട്രീയ അഭയം? അങ്ങനെയല്ല. ഈ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്ത് അദ്ദേഹത്തിന് ഇന്ന ആളൊന്നുമില്ല. ആര് വന്ന് എന്ത് സങ്കടം പറഞ്ഞാൽ അദ്ദേഹം സഹായിക്കും. ഒരു MLA ആയിരുന്ന ആള് അദ്ദേഹം അങ്ങനെയാണ്. ജോർജിയെ സഹായിച്ചിട്ടുണ്ട്. കൊണ്ട് കേസുകളിൽ നിന്നല്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ അന്നത്തെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഉപദ്രവമൊന്നുമില്ല. അത്ര വല്ല ബുദ്ധിമുട്ടോ വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടെങ്കിൽ IBയുടെ ഓഫീസിൽ വിളിച്ചു പറയുമ്പോൾ ജോബി ഉണ്ട്, അവൻ IBനോട് പറയും. ഞാൻ നേരിട്ട് പോകില്ല. ഇപ്പൊ IBനെ തന്നെ ഞാൻ കുറെ കാലത്ത് ഇവിടെ പബ്ലിക് പരിപാടിയിലൊക്കെ കാണും. ഈ പള്ളിയിൽ ഇപ്പോൾ ആണ്ട് നടക്കുന്ന സമയത്തൊക്കെ MP എന്നുള്ള നിലക്ക് അദ്ദേഹം വരും, അല്ലെങ്കിൽ മരിച്ച വീടുകളിൽ വെച്ചൊക്കെ കാണും. അല്ലാതെ ഞാനിപ്പോ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. രാത്രിയിൽ വീടുകളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കതകും ജനലുമൊക്കെ പൂർണ്ണമായും അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്നത് എപ്പോഴും നല്ലതാണ്.
നമ്മൾ വീടിൻ്റെ സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന ജനൽ കമ്പികൾ പോലും സുരക്ഷിതമല്ല. കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കര പൂവറ്റൂരിൽ വീടിനുള്ളിൽ മോഷ്ടാവ് കയറിയത് ബെഡ്റൂമിൻ്റെ ജനൽ കമ്പി വളച്ചു മാറ്റിയാണ്. പണം നഷ്ടമായതിനെ തുടർന്ന് കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൂവറ്റൂർ പാലക്കുഴി ജോസഫിന്റെ വീട്ടിലായിരുന്നു മോഷണം. മുറിയുടെ ജനൽ കമ്പി വളച്ചൊടിച്ച ശേഷം മുറിക്കുള്ളിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 10,000-ഓളം രൂപ കവർന്നെടുക്കുകയായിരുന്നു. പുത്തൂർ ടൗണിൽ പെയിന്റ് കട നടത്തി വന്നിരുന്ന ജോസഫിന്റെ അന്നത്തെ കളക്ഷൻ തുകയാണ് നഷ്ടമായതെന്ന് വീട്ടമ്മ പറയുന്നു. വാതിൽ തുറന്ന് തടിക്കഷ്ണം ഉപയോഗിച്ചാണ് പൈപ്പുകൾ വളച്ചൊടിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പണമെടുത്ത ശേഷം ബാഗ് മുറിയിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ജനൽപ്പഴുതിലൂടെ അകത്ത് കയറി മുകളിലത്തെ വാതിൽ തുറന്നാകാം മോഷ്ടാവ് പുറത്തു കടന്നതെന്നാണ് നിഗമനം. പുത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമവാദം തുറന്ന കോടതിയിലേക്ക് മാറ്റുമോ? ബലാത്സംഗ കേസുകളിൽ ഇരകളുടെ സ്വകാര്യത ലംഘിക്കപ്പെടാതിരിക്കാൻ അടച്ചിട്ട കോടതിയിലാണ് സാധാരണ വിചാരണ നടക്കാറുള്ളത്. എന്നാൽ തനിക്ക് സംഭവിച്ചത് എല്ലാവരും അറിയണമെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിന്റെ ഇതുവരെയുള്ള വിചാരണ അടച്ചിട്ട കോടതിയിൽ നടന്നത്. തനിക്കെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണമെന്ന് അതിജീവിത പറയുന്നു. വിചാരണയിലെ കാര്യങ്ങൾ പുറം ലോകം അറിയണം. തന്റെ സ്വകാര്യത പരിഗണിക്കാതെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരണം. അതുകൊണ്ട് അടച്ചിട്ട കോടതിയിൽ ഇനി വാദം വേണ്ടെന്നും വിചാരണ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച കാര്യത്തിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തനിക്ക് നീതി നൽകിയില്ലെന്ന് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അയച്ച പരാതിക്ക് പിന്നാലെ മുൻ ജയിൽ DGP ശ്രീലേഖ ദിലീപിനെ ന്യായീകരിച്ചു നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകിയിട്ടുണ്ട്. ദിലീപിനെതിരെ പോലീസ് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി എന്ന ശ്രീലേഖയുടെ ആരോപണത്തിലാണ് ഹർജി. ന്യൂസ് 18 കൊച്ചി. കൊച്ചി ഉൾപ്പെടെയുള്ള മെട്രോ നഗരങ്ങളിലെത്തിയാൽ സാധാരണക്കാർക്ക് ഗതാഗത സംവിധാനങ്ങൾക്ക് പല രീതിയിലുള്ള സൗകര്യങ്ങളുമുണ്ട്. ഒരു വാഹനം വാടകയ്ക്കെടുക്കാൻ സൂം കാർ പോലുള്ള ആപ്പുകളെയാണ് പലരും ആശ്രയിച്ചിരുന്നത്. ഈ ആപ്പിലൂടെ വാഹനം വാടകയ്ക്ക് നൽകി ഉപജീവനം നടത്തിയിരുന്ന കാർ ഉടമകളുമുണ്ട്. എന്നാൽ സൂം കാറിൻ്റെ ചതിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ആപ്പിലൂടെ കാർ വാടകയ്ക്ക് നൽകി ചതിക്കപ്പെട്ടവർ നിരവധിയാണ്. കൊച്ചി സ്വദേശി ജോർജ് എന്നയാളുടെ കാർ വാടകയ്ക്കെടുത്തവർ പൊളിച്ചു വിറ്റതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇതിന് പിന്നാലെ സൂം കാർ പ്രവർത്തനം നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നു. ജനുവരി 20 വരെയാണ് സൂം കാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് സംസ്ഥാനത്ത് സർവീസ് നടത്താൻ അനുമതിയുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ലൈസൻസ് പുതുക്കിയിട്ടില്ല. നിയമപരമല്ലാത്ത സർവീസ് വഴി സൂം കാർ കമ്പനി ചതിച്ചത് നിരവധി പേരെയാണ്. നിയമപരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കമ്പനി വാഹന ഉടമകളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. സൂം കാർ ആപ്ലിക്കേഷൻ വഴി വാടകയ്ക്ക് നൽകിയ കാർ നഷ്ടപ്പെട്ട ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഏറ്റവും ഒടുവിൽ RTOന്റെ ഉത്തരവ് പ്രകാരം സൂംകാസ് നിലവിൽ സൂംകാസിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം ബാൻ ചെയ്യണം എന്നൊരു ഉത്തരവ് സൂംകാസ് നൽകിയിട്ടുണ്ട്. അത് റിട്ട് പെറ്റീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത് ഞങ്ങൾ ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സൂംകാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ സൈബർ ക്രൈംസ് ആണെന്നാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സൈബർ സെല്ലുകളെ സമീപിക്കാനും അപ്രോപ്രിയേറ്റ് അതോറിറ്റിക്ക് അതിൻ്റെ നടപടി എടുക്കാമെന്നും ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് ആ ജഡ്ജ്മെൻറ്റ്സിലെല്ലാം പറയുന്നുണ്ട്. കൊച്ചി സ്വദേശി ജോർജ് പറമ്പിൽ എന്നയാളുടെ കാർ വാടകയ്ക്കെടുത്തവർ പൊളിച്ചുവിറ്റു. പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും വാഹനം തിരികെ എത്താത്തതിനെ തുടർന്നാണ് പരാതി നൽകിയത്. തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് GPS ഉൾപ്പെടെ വിച്ഛേദിച്ച ശേഷം കാർ പൊളിച്ചുവിറ്റെന്ന് കണ്ടെത്തിയത്. ചാലക്കുടി സ്വദേശി സുഹേൽ മറ്റൊരു ഇരയാണ്. സുഹേലിന്റെ വാഹനം ക്രൈം കേസിൽ കുടുങ്ങിക്കിടക്കുന്നു. ജോർജും സുഹൈലും അഭിഭാഷക മനീഷ രാധാകൃഷ്ണൻ വഴി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. ഇവര് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ, വാഹന ഉടമകളുടെ തെറ്റിദ്ധരിപ്പിച്ച് അവര് ലേമൻസ് ആണ്, അവർക്ക് നിയമം അറിയില്ല. അവരുടെ വൈറ്റ് ബോർഡ് വെഹിക്കിൾസ്, പ്രൈവറ്റ് വെഹിക്കിൾസ് ഇവർ സൂംകാസിന്റെ ചതിയിൽപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് ടാക്സി പർപ്പസിന് ഓടിക്കാൻ കൊടുക്കുക. ടാക്സി പർപ്പസിന് ഓടിക്കണമെങ്കിൽ യെല്ലോ ബോർഡ് വണ്ടികൾക്ക് മാത്രമേ ഓടിക്കാൻ കഴിയുള്ളൂ. അത് തന്നെ ഇല്ലീഗലാണ്. മാത്രമല്ല അവർക്ക് ഉണ്ടായിരുന്ന ലൈസൻസ് 2019 ശേഷം അവർക്ക് ബിസിനസ് നടത്താൻ ഒരു തരത്തിലുള്ള റൈറ്റും ഇല്ല. അങ്ങനെ റൈറ്റ് ഇല്ലാതിരുന്നിട്ടും അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് സൈബർ ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് നടന്ന സംഭവങ്ങളിൽ സൂംകാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പലർക്കും തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലായത്. 200-ലധികം പേരാണ് നിയമസഹായം പോയിട്ട് നഷ്ടപരിഹാരം പോലും നൽകാതെയുള്ള സൂംകാറിന്റെ തട്ടിപ്പിനിരയായത്. തട്ടിപ്പ് സംഘങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള ഇടം തുറന്നിട്ടിരിക്കുകയാണ് സൂംകാർ ആപ്ലിക്കേഷൻ. 2019 റദ്ദു ചെയ്ത ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇപ്പോഴും ബിസിനസ് നടത്തുന്നതിനെതിരെ സൈബർ കുറ്റകൃത്യം കൂടി ചുമത്തണമെന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ആപ്ലിക്കേഷൻ വഴി സ്വകാര്യ കാറുകളാണ് പലരും വാടകയ്ക്ക് നൽകിയത്. ടാക്സി രജിസ്ട്രേഷനില്ലാത്ത വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതും നിയമവിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സൂംകാർ ആപ്പിന്റെ ഭാഗമായി സർവീസ് നടത്തുന്ന കാറുകൾക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് 18 കൊച്ചി. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സാണെന്ന കാര്യം സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം. എന്നാൽ പ്രായപൂർത്തിയാകാതെ വിവാഹം നടത്തിയാൽ അത് നിയമപരമായി കുറ്റം തന്നെയാണ്. തിരുവനന്തപുരം വർക്കലയിൽ 17-കാരിയെ വിവാഹം ചെയ്ത കേസിൽ യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി ഗർഭിണിയാവുകയും തുടർന്ന് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴുമാണ് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കാര്യം ഡോക്ടർ തിരിച്ചറിഞ്ഞത്. ഇക്കാര്യം ഡോക്ടർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അയിരൂർ പോലീസ് കേസെടുക്കുകയായിരുന്നു. യുവാവിൻ്റെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കളും കേസിൽ പ്രതികളാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് കൺട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.